ഹായ് ഓൾ. അപ്പോൾ നമ്മൾ അനലിസ്റ്റ് പിന്നെ 2076 ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ബയോ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ് ഇസ് നോട്ട് ട്രൂ. അപ്പോൾ ബയോ അവൈലബിലിറ്റിയെ പറ്റി പിന്നെ ശരിയല്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് അഡ്മിനിസ്റ്റേർഡ് ഡ്രഗ് ദാറ്റ് റീച്ചസ് എ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ അൺചേഞ്ച്ഡ്. അപ്പോൾ ശരിയാണ്, തെറ്റല്ല. ബയോ അവൈലബിലിറ്റി ഓഫ് ഓറലി അഡ്മിനിസ്റ്റേർഡ് ഡ്രഗ് ഈസ് ഓൾവേസ് ലെസ് ദാൻ IV ഓഫ് ദാറ്റ് ഓഫ് IV അഡ്മിനിസ്ട്രേഷൻ. അത് ശരിയായ കാര്യമാണ്. ബയോ അവൈലബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓർ യൂറിനറി എക്സ്ക്രീഷൻ ദാറ്റ്. അതും ശരിയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ആയിരിക്കുമല്ലോ എന്തായാലും ആൻസർ. അപ്പോൾ ആൻസർ ഡി ആണ് ഓപ്ഷൻ. ലോ ഓറൽ അവൈലബിലിറ്റി ഓൾവേസ് ആൻഡ് നെസസറി മീൻസ് പുവർ അബ്സോർപ്ഷൻ. അടുത്തത് ദ മാനർ ഓഫ് ലാബലിംഗ് ഓഫ് ഡ്രഗ്സ് ആർ സ്പെസിഫൈഡ് ഇൻ ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945 ആസ് പെർ. ഇപ്പോൾ നമ്മൾ പഠിക്കാത്തൊരു ഭാഗമാണ് റൂള്, DNC ആക്ടിൻ്റെ റൂള്. അപ്പോൾ മാനർ ഓഫ് ലാബലിംഗ് ഓഫ് ഡ്രഗ്സിനെ പറ്റി പറയുന്ന റൂള് 96-ലാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റൂൾസ് പഠിച്ചിരിക്കണം, നമുക്ക് പഠിക്കാം. ഇത് പഠിച്ചു വെച്ചാൽ ലാബലിംഗ് ഓഫ് ഡ്രഗ്സ് അത് 96-ാമത്തെ റൂളിലാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഡസ് നോട്ട് അണ്ടർഗോ ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് എഫക്റ്റ്. ലിഡോക്കെയിൻ, തിയോഫിലിൻ, പെപ്റ്റിഡ്, ഇൻസുലിൻ. ഇൻസുലിന് പിന്നെ എന്താ പറയുക, നമ്മൾ IM ആയിട്ട് സബ്ക്യൂട്ടനൈസ് ആയിട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ അതിന് ഫസ്റ്റ് പാസ് എഫക്റ്റ് ഇല്ല. നെക്സ്റ്റ്, ടൈം ഫോർ പീക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ Tmax ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ, Tmax എന്ന് പറഞ്ഞാൽ ഒരു അബ്സോർഷൻ്റെ ഒരു റേറ്റ് ഓഫ് അബ്സോർഷനെ പറ്റി അതാണ് അതിൻ്റെ ഒരു ഇതാണ് മെഷർമെൻറ്റാണ് ടൈം ഓഫ് പീക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ Tmax. നെക്സ്റ്റ്, ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് വൺ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബാരിയർ. അപ്പോൾ ഇതിൽ മോർഫിൻ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യും, പിന്നെ ഫൈസോസ്റ്റിഗ്മിന് അട്രോപ്പിനൊക്കെ ചെയ്യും. പക്ഷേ ഡോപ്പമിന് ലീവോഡോപ്പല്ലേ, നമ്മൾ ലീവോഡോപ്പൻ്റെ ഫോമിലല്ലേ കൊടുക്കുക. ഡോപ്പമിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല. നെക്സ്റ്റ്, എനി പ്രിപ്പറേഷൻ ഓഫ് കൊക്ക കണ്ടെയ്നിങ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനി പ്രിപ്പറേഷൻ ഓഫ് കൊക്ക കണ്ടെയ്നിങ് മോർ ദാൻ ദ ഫോളോയിങ് എമൗണ്ട് ഓഫ് കൊക്കൈൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഡേഞ്ചറസ് ഡ്രഗ്. അത് 0.1% കൂടാൻ പാടില്ല. അതാണ് ആൻസർ വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഡ്രഗ്. അത് ഇനാലപ്രിൽ, അസൈക്ലോവിർ, ക്ലോപ്പിഡോഗ്രൽ അതൊക്കെ പ്രോഡ്രഗാണ്. പക്ഷേ ക്ലോണിഡിന് ഇത് നമുക്ക് പേരിൽ തന്നെ മനസ്സിലാവും, ക്ലോണിഡിന് ഒരു പ്രോഡ്രഗ് അല്ല. 83, ദ ഡ്രഗ് വിച്ച് ഈസ് എൻ ഇൻഹിബിറ്റർ ഓഫ് സൈറ്റോക്രോം P450 എൻസൈം കീറ്റോകോണാസോളാണ്. മറ്റേ ഫിനറ്റോയിൻ, ഗ്ലിസിയോഫൾവിൻ, ഫിനൈൽ ബ്യൂട്ടസോണൊക്കെ എൻസൈം പിന്നെ ഇൻഡ്യൂസേഴ്സ് ആണ്. പക്ഷേ ഇവിടെ ഇൻഹിബിറ്ററാണ് ചോദിച്ചത്, കീറ്റോകോണാസോൾ. അത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കോഡുണ്ട്. വിറ്റാമിൻ K ക്യാൻ കോസ് എൻസൈം ഇൻഹിബിഷൻ. അപ്പോൾ ഇവിടെ K എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കീറ്റോകോണാസോളാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഈസ് നോട്ട് മെറ്റാബോളൈസ്ഡ് ബൈ അസറ്റൈലേഷൻ. അപ്പോൾ അസറ്റൈലേഷൻ വഴി മെറ്റാബോളൈസ്ഡ് ഡ്രഗ്സ് പഠിക്കണം. അപ്പോൾ ഇവിടെ ഐസോനിയാസിഡ്, ഡാപ്സോണും പ്രൊക്കേനാമൈഡും ഒക്കെ അസറ്റൈലേഷൻ വഴിയാണ് നടത്തുന്നത്. പക്ഷേ മെറ്റോക്ലോപ്രമൈഡ് നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്, മെറ്റാബോളൈസ് അസറ്റൈലേഷൻ വഴി അല്ല. നെക്സ്റ്റ്, ദ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ഓഫ് അനിമൽ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ 1960-ലാണ് ഉള്ളത്. ഡ്രഗ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ സലൈവ. ലിഥിയം സലൈവയിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, കോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ക്യാൻ റിസൾട്ട് ഇൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ. അത് റിഫാംബസിന് യൂസ് ചെയ്താൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയേഴ്സ് സംഭവിക്കാം. നെക്സ്റ്റ്, ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ദ പെർസെൻറ്റേജ് ഡ്രഗ് റിമൈനിങ് ഇൻ ദ ബോഡി ആഫ്റ്റർ 3 ഹാഫ് ലൈഫ്സ്, അത് 12.5% ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോട്ടിയസ് ഇൻഹിബിറ്റർ. റിട്ടോനാവിർ, അട്ടാസനാവിർ, നെറ്റ്ഫിനാവിർ. അപ്പോൾ ഇതിവിടെ അബാകാവിറാണ്, അത് പ്രോട്ടിയസ് ഇൻഹിബിറ്റർ അല്ല, അബാകാവിർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.